കൊല്ലത്ത് വിജയലക്ഷ്മി കാഷ്യൂ ഫെഡ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, മുകേഷ് MLA എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം നടത്തിയത്. ഉപരോധ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി നിലവിൽ ലഭിക്കുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, വിശദാംശങ്ങൾ. 12,000 തൊഴിലാളികളാണ് വിജയലക്ഷ്മി കാഷ്യൂസ് ഫാക്ടറിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ ഫാക്ടറികളിൽ മുഴുവനും 18ഓളം ഫാക്ടറികൾ നിലവിൽ കൊല്ലം ജില്ലയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് സ്റ്റാഫ് യൂണിയൻ കഴിഞ്ഞ 5-ാം തീയതി മുതൽ തന്നെ ഈ വിജയലക്ഷ്മി കാഷ്യൂസിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി വരികയായിരുന്നു. ഇന്ന് ഓണക്കാലം എടുത്തിട്ട് പോലും ഇതിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് യൂണിയനുകൾ ഹെഡ് ഓഫീസ് ഉപരോധിച്ചു. ഇതിന് പിന്തുണയുമായിട്ടാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, കൊല്ലം MLA മുകേഷ്, അതുപോലെ ഇരവിപുരം MLA നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്ര ബാബു, കാപെക്സിന്റെ ചെയർമാൻ, CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഴുവനും എത്തി ഇവർക്ക് പിന്തുണയുമായി ഉപരോധ സമരത്തിൽ അണിചേരുകയായിരുന്നു. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അന്ന് ഇതിനിടെ അറസ്റ്റിന് തൊട്ടു മുമ്പ് KN ബാലഗോപാൽ നൽകിയ മുന്നറിയിപ്പ് 12,000ഓളം ഇപ്പോൾ സ്റ്റാഫ് യൂണിയൻ, ഏതാണ്ട് 100ഓളം വരുന്ന സ്റ്റാഫ് യൂണിയനുകൾ മാത്രമാണ് സമരം ചെയ്തത്. ഇനി 12,000ഓളം വരുന്ന തൊഴിലാളികൾ ഈ ഹെഡ് ഓഫീസിലേക്ക് വന്ന് കുത്തിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. അതിനു മുമ്പ് അവരങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് ഇതിൽ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് KN ബാലഗോപാൽ നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള സ്വകാര്യ കൊല്ലം ജില്ലയിൽ മാത്രം ഏകദേശം 40,000ഓളം ഫാക്ടറികളാണ് 40,000ഓളം തൊഴിലാളികൾക്കാണ് പണി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് മുഴുവനും ഈ ഫാക്ടറി മുഴുവനും തുറന്ന് പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ട് നിലവിൽ കഴിഞ്ഞ 1.5 മാസമായി സമരം നടന്നു വരികയാണ്. K. ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച് VM സുധീരൻ. തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ പറയുമെന്നും സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFിൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ, വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്നും MM ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. K. ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പിനും രജിസ്ട്രേഷൻ IG-ക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ K. ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാവിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ IG-ക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായ നികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായ നികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്ന് KM മാണി. കള്ളക്കേസുകളിൽ കുടുക്കി ഒതുക്കാനാവില്ല. സമൂഹ വിവാഹത്തിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്നത് മുലപ്പാലിൽ ഉപ്പ് ചേർക്കുന്നത് പോലെയാണെന്നും KM മാണി പറഞ്ഞു. കള്ളക്കേസുകളിൽ കുടുക്കി കേരള കോൺഗ്രസിനെ ഒതുക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് വിലപ്പോവില്ല എന്ന് ധൈര്യത്തോടുകൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾ വിരളുകയില്ല. 10 മടങ്ങ് ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും. ഞാനത് ആരാണ് എൻ്റെ പിന്നിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഇത് പരിശോധിക്കണം.
പൊതുപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്ര ലാഘവത്തോടുകൂടി കേസുകളെടുക്കാവോ? JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട ഫലം പുറത്തു വന്നപ്പോൾ SFI ഐസ സഖ്യത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം. കൗൺസിലർ സീറ്റുകളിൽ 16-ൽ 14 സീറ്റിലും ഇടത് യുണൈറ്റഡ് സഖ്യം വിജയിച്ചു. ABVP ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങി. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ മുൻ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നിലനിർത്താൻ ABVPക്ക് സാധിച്ചില്ല. ചരിത്രമെഴുതി സഖ്യമായി മത്സരിച്ച SFIയും ഐസയും JNUവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് അടുത്തു. ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ABVPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. 16 കൗൺസിലർ സീറ്റുകളിൽ 14ലും യുണൈറ്റഡ് ലെഫ്റ്റ് സഖ്യം നേടി. സാൻസ്ക്രിറ്റ് കൗൺസിലർ സീറ്റിൽ മാത്രമാണ് ABVPക്ക് ചെറിയ മുൻതൂക്കം നേടാനായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം തീർച്ചയായും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയായിരിക്കും. പരമ്പരാഗതമായി ABVPക്ക് മേൽക്കൈ ലഭിക്കാറുള്ള സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ 5 സീറ്റുകളും SFI ഐസ സഖ്യം സ്വന്തമാക്കി. അന്തിമ ഫലപ്രഖ്യാപനം നാളെയാണ്. അതേസമയം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനം ABVP നിലനിർത്തി. छात्रों की आवाज बने हैं हमेशा और आने वाले समय भी उनके अधिकारों के लिए ऐसे ही लड़ते. എന്നാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ABVPക്ക് നഷ്ടമായി. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷം നേടിയ ABVP വോട്ടുകൾ ഇത്തവണ NSUവിലേക്ക് ചോർന്നു. 3 സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചെങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം നിലനിർത്താൻ ABVPക്ക് സാധിച്ചില്ല. JNUവിലും ABVPക്ക് മുന്നിൽ വൻ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന സൂചനകളും ആദ്യ വോട്ടെടുപ്പ് ഫലസൂചനകളിൽ നിന്ന് വ്യക്തമാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉണ്ടാവുമായിരുന്നില്ല. RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്നാണ്. എയർ ഇന്ത്യ സ്റ്റാർട്സ് വൈസ് പ്രസിഡന്റിനെതിരെ ലൈംഗിക ആരോപണത്തിന് പരാതി. എയർ ഇന്ത്യ സ്റ്റാർട്സ് വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബിനെതിരെ സ്റ്റാർട്സിലെ ജീവനക്കാരി തന്നെയാണ് പരാതി നൽകിയത്. സ്ഥാപനത്തിനുള്ളിൽ പലതവണ ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയതായി പരാതിയിൽ പറയുന്നു. മ്യൂസിയം പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഓണക്കാലത്ത് വ്യത്യസ്തമായ കളമൊരുക്കി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. വിവിധതരം പൂക്കൾക്ക് പകരം 250ഓളം പുസ്തകങ്ങൾ കൊണ്ടുള്ള പുസ്തകക്കളമാണ് ഇവിടെ തയ്യാറാക്കിയത്. ഋഗ്വേദം മുതൽ അംബേദ്കർ കൃതികൾ വരെ പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത്തപ്പൂക്കളം ഓണത്തിന്റെ ഭാഗമാണ്. എന്നാൽ പൂക്കൾക്ക് പകരം പുസ്തകങ്ങൾ കൊണ്ട് കളമൊരുക്കി വ്യത്യസ്തമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണാഘോഷം. ഋഗ്വേദത്തിന്റെ 8 വാല്യം മുതൽ അംബേദ്കറുടെ സമാഹൃത കൃതികൾ വരെ പുസ്തകക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പാണ്ഡിത്യത്തിന്റെയും പൈതൃകത്തിന്റെയും ചിരസ്മരണകൾ ഉണർത്തുകയാണ് ഇതിലൂടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം. ഡയറക്ടർ പ്രൊഫസർ V. കാർത്തികേയൻ. സുഗന്ധം മാഞ്ഞു പോവും, പക്ഷേ പാണ്ഡിത്യം മാഞ്ഞു പോവില്ല. നമ്മുടെ പാണ്ഡിത്യത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും ഒക്കെ ചിരസ്മരണ ഉണർത്തുന്നതാണ് ഇക്കൊല്ലത്തെ ഓണം എന്നൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ശ്രീനാരായണ കൃതികൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക അധ്യക്ഷൻ EMS, ഡയറക്ടറായിരുന്ന NV കൃഷ്ണവാര്യർ കൂടാതെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സാഹിത്യ നായകന്മാർ, ചിന്തകന്മാർ എന്നിവരുടെ കൃതികളും പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചു. അത്തപ്പൂക്കളത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകും, എന്നാൽ പുസ്തകങ്ങൾ അവ എന്നും അറിവ് പകരുന്നു എന്ന സന്ദേശവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിലൂടെ നൽകുന്നു. S. ഷീജ, തിരുവനന്തപുരം.